ഹലോ. അപ്പോൾ ഓണത്തിൻ്റെ ആഘോഷങ്ങൾ അത് അത്തത്തിൻ്റെ അന്ന് തൊട്ട് ഇത്രയും മനോഹരമായി സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നമ്മുടെ തൃപ്പൂണിത്തുറയിലായിരിക്കും എന്നാണ് വിചാരിക്കുന്നതല്ല, തൃപ്പൂണിത്തുറയിൽ തന്നെയാണ്. സോ അത്ത നഗറിലെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ അത്താഘോഷവും എല്ലാം നല്ല ക്രൗഡായിട്ടുള്ള ഏരിയ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇതിലൂടെ കൂടെ നടക്കുന്നുണ്ട്. സോ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ആഘോഷം കുറച്ച് പേർക്കൊക്കെ അറിയണമെന്നുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട്. സോ നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ ഈ അത്ത നഗറിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ വന്ന എൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോൾസ് കാര്യങ്ങളാണ്. ഒരുപാട് സ്ഥലത്തു നിന്നുള്ള സ്റ്റോൾസാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓരോരോ സാധനങ്ങളുടെയാണ്. ജിമിക്കൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നല്ല അഫോർഡബിളായ റേറ്റിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് കണ്ടു നോക്കാം. ഒരുപാട് ഡെക്കോർ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ ഡെക്കോർ ഐറ്റംസ് ഒന്നും ഞാൻ നോക്കുന്നില്ല. അപ്പം നമുക്ക് ജിംകാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറി ഇട്ട് നമുക്ക് പോയി നോക്കാം. പണ്ട് ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ കാണുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, അതുപോലെ നമുക്കൊരു ഉത്സവത്തിന് വരുന്നൊരു ഫീലാണ് തോന്നുന്നത്. കുറേ അധികം സാധനങ്ങളുണ്ട്. നല്ല അടിപൊളി കസവ് മുണ്ടുകളാണ്. സോ നമ്മൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നോക്കി ടിഷ്യൂവിൽ വന്നിട്ടുള്ള പുതിയ ഇപ്പോഴത്തെ കളക്ഷൻസ് എല്ലാം തന്നെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മുടെ ലോട്ടസ് പ്രിന്റ്, ഇപ്പോൾ വരുന്ന ലോട്ടസ് പ്രിന്റ്സ് ആണ് വരുന്നത്. നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വരുന്നത്. ഇതൊക്കെ നല്ല പ്രിന്റ് ആട്ടോ. നമുക്ക് ഷോപ്സിലൊന്നും ഒരുപാട് അവൈലബിൾ. ഇപ്പോൾ ലോട്ടസ് പ്രിൻ്റൊക്കെ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്, ഇപ്പോഴത്തെ ട്രെൻഡാണ്. പക്ഷെ ഇതുപോലത്തെ ഈ ഒരു കളർ ടോണിൽ വരുന്ന ഈ ഒരു ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ എക്സിബിഷനിൽ നമുക്ക് പിക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. സോ നല്ല രസമുണ്ട്. എല്ലാം ഓരോന്നും ഓരോ വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. ഓക്കെ, ഇതൊക്കെ ഹാൻഡ് പ്രിൻ്റ് ആണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. സോ നല്ല രസമുണ്ടല്ലേ. എല്ലാം ഒരു വെറൈറ്റി ആയിട്ടുള്ള നമുക്ക് ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാം. നല്ല കളക്ഷൻസ് ഉണ്ട്. ഒരു ഉത്സവ വൈബ് തന്നെയാണ് ഇവിടെ. എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല സൗണ്ട്സ് ഒക്കെയാണ്. സോ എന്താ പറയുക, ഫുള്ളി ഒരു ഉത്സവം വൈബാണ്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ എല്ലാവരും ഓണം നമുക്ക് ഇവിടെ വന്ന് ആഘോഷിക്കാം. ഇത് നോക്കി എന്ത് ഹൈറ്റിലാണ്. പൊന്നു സീനാണല്ലേ. നമ്മുടെ ക്യാഷ് ആയിട്ടുണ്ടായിരുന്നു. സോ അവിടെ നിന്ന് പോയി കളക്ട് ചെയ്തു. ഇത് പണ്ടെപ്പോഴോ കയറിയിട്ടുള്ളതാണ്, ചെറിയായിരുന്നപ്പോൾ. അപ്പോൾ ഇപ്പം ഞാൻ കയറാൻ പോവാണ്. സൂപ്പർ ആയിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ഞാൻ വന്നപ്പോ ഇങ്ങനെ ഇവളോട് പറഞ്ഞേ നമ്മള് മാംഗല്യത്തില് നമ്മുടെ ഏട്ടന്റെ വൈഫാണോ പിന്നെ ഡൗട്ടായി പോയി. ചോദിക്കാനൊരു ചമ്മല്, പ്രതികരിക്കാൻ നമുക്കറിയില്ലല്ലോ. പിന്നെ നമുക്ക് സന്തോഷമല്ലേ നമ്മൾ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്ത് വരും. ഇവിടെ വലിയ ചാടയൊന്നും ഇല്ല തോന്നുന്നുണ്ട്. നല്ല കോംപ്ലിമെന്റ് ആക്കിട്ടേ. ഇവര് നമ്മുടെ സീരിയല് കാണുന്നവരാണ്. ഇവിടെ അങ്ങനെയല്ല. അപ്പൊ നമ്മുടെ സീരിയല് കാണുന്നവരാണ്. പിന്നെ കണ്ടപ്പോ സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. വളരെ സന്തോഷം. അല്ലെ, പേരെന്താ? പേര് കമല്ല. കമല്ല.
അപ്പോൾ അതേ അങ്ങനെ വീണ്ടും ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം 3 ബൈക്ക് അറ്റ് എ ടൈമാണ് പോകുന്നത്. അതിലൊരു ബുള്ളറ്റും കൂടി ഉണ്ട് കേട്ടോ. അതിൻ്റെ സൗണ്ട് ഇടയ്ക്കുള്ള പൊട്ടുന്ന സൗണ്ടൊക്കെ കേട്ടിട്ട് എനിക്ക് നല്ല പേടിയായിട്ട് വരുമായിരുന്നു. ഞാൻ നല്ല പേടിച്ചാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അത് നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നൈസായിട്ട് ഞാൻ പേടിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ആ ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ ചെറുതായിട്ട് കുലുങ്ങുന്നുണ്ട്. ഈ വെയിറ്റ് കാരണം കുലുങ്ങുന്നുണ്ട്. അപ്പോൾ ഇവർ ഹെൽമെറ്റ് വെച്ചിട്ടില്ല. അതൊക്കെ ഒരു കൺസേൺ ആയിരുന്നു. കണ്ടോ എൻ്റെ ഫേസ് ഉണ്ടോ? കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവർക്ക് ഇത് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഹെൽമെറ്റ് എങ്കിലും ശരിക്കും നമ്മൾ എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയാണ്. ബട്ട് സ്റ്റിൽ ഇവർക്കൊരു ഹെൽമെറ്റ് വെക്കാമെന്ന് തോന്നുന്നു. കാരണം പേടിയാവണു കണ്ടിട്ട്. അങ്ങനെ ഒരു ഹെൽമെറ്റ് വെച്ചാൽ അവർക്ക് നല്ലതായിരിക്കും എന്ന് തോന്നണം. ആഹാ, അത് ശരി. അവർ നല്ല തോളിലൊക്കെ കൈയിട്ട് അവരുടെ ഫ്രണ്ട്സൊക്കെ നടക്കില്ലേ, അതുപോലെ ബൈക്കിനൊക്കെ നൈസായിട്ട് ചെയ്യുക കേട്ടോ. നല്ല രസമുണ്ട്. എന്തോരം പ്രാക്ടീസ് ഉണ്ടെങ്കിലും എന്തോരം ബാലൻസ് ഉണ്ടെങ്കിലും ഇവർക്കിത് ചെയ്യാൻ പറ്റുന്നതല്ലേ. പേടിച്ചു പോയി മറ്റേ എടുക്കുന്ന സംഭവമില്ലേ ഇവിടെ ബുള്ളറ്റിൽ. അത് ഇനി അടുത്ത കാറാണ്. ഇവിടെ ഞാൻ കരയും മോനെ. എനിക്ക് ഈ കാർ കയറുമ്പോൾ തന്നെ അത്യാവശ്യം ഷെയ്ക്കുണ്ട്. അപ്പോൾ 2 കാറും ഒരു ബൈക്കുമാണ് ഇനി ഷോ ചെയ്യാൻ പോകുന്നത്. ഇവരുടെയൊക്കെ ബാലൻസ് എന്തായാലും ഇവർക്കൊക്കെ ഒരു ക്ലാപ്പ് കൊടുത്തേ പറ്റുള്ളൂ. ഇത്രയധികം ബാലൻസ് ചെയ്യുന്നു. നല്ല പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വോയിസ് ഒന്നും പറയാൻ പറ്റുന്നുണ്ടല്ല. അയ്യോ അമ്മേ എന്നുള്ള സാധനമൊക്കെ വരുന്നുള്ളൂ. പിന്നെ ഞാൻ പറയുന്നത് എൻ്റെ ഫേസ് ഇങ്ങനെ എടുക്കല്ലേ എന്നാൽ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ കണ്ടിട്ട് മറ്റാരും കയറാൻ ചാൻസ് ഇല്ല ഞാൻ ഈ പേടിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഞാൻ അവിടെ നിന്ന് വീഡിയോയിൽ പറയുന്നത്. നോക്കിയപ്പോൾ പക്ഷേ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. നല്ല രസമായിട്ട് അവർ ബാലൻസ് ചെയ്ത് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് താഴെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഈ ചേട്ടനാണെങ്കിൽ ഭയങ്കര അടിപൊളിയാട്ടോ. കയറി നിന്നും ഇരുന്നും ഒക്കെ കുറേ നേരം ചെയ്തു. ആൻഡ് അവരവരുടെ ഒരു ഷോ കഴിഞ്ഞ് ബൈയൊക്കെ പറഞ്ഞ് നല്ല കൂളായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ പേടിച്ചു. ശരിക്കും 2 കാർക്ക് വന്നപ്പോൾ ഇത് കിടന്ന് ഇങ്ങനെ കുലുങ്ങായിരുന്നു. ശരിക്കും ഞാൻ പേടിച്ചു. എൻ്റെ വീട് കണ്ട ആൾക്കാർ ഇത് കയറാണ്ടിരിക്കുമെന്നാണ് ഇപ്പം എൻ്റെ പേടി. എനിക്ക് ഒട്ടും ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ടായിരിക്കും മേ ബി ബാക്കിയുള്ളവർക്കൊന്നും കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. പേടിച്ചോ? കൊച്ചു പേടിച്ചില്ല, ഞാൻ പേടിച്ചു. പക്ഷേ എനിവേ നമുക്ക് അടുത്ത റൈഡിൽ പോവാം. നമുക്ക് ഈ റിങ് അറിയില്ലേ, അതൊന്ന് ചെയ്ത് നോക്കിയാലോ? 8 റിങ്സിന് 50 റുപ്പീസ് ആണേ. നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? മേടിച്ചു കേട്ടോ. 1 2 3 4 5 6 7 8 റിങ്സ് ഉണ്ട്. നമുക്ക് ട്രൈ ചെയ്യാം. ഇവരൊന്ന് തിരക്ക് മാറിയിട്ട് ചെയ്യാവേ. ഒന്നോ ചേട്ടനിപ്പോ ഹോർലിക്സ് പാത്രത്തിൽ വീണു, പക്ഷെ അങ്ങോട്ട് പോയി. ചേട്ടാ കിട്ടിയോ? അല്ല കിട്ടിയോ? ട്രൈ ഹാഫ് പൈസ തരുമെന്ന് ചോദിക്കാം. എനിക്ക് നല്ല കൃത്യമായ ഒന്നായതുകൊണ്ട് ഇതെല്ലാം ഓരോന്ന് ഞാൻ എടുക്കുമെന്നാണ് തോന്നുന്നത്. ഇങ്ങനെയാണോ അറിയുന്നത്? ഇങ്ങനെയാണോ? അത് ഞാൻ ട്രയൽ നടത്തിയത്. ഇപ്പൊ ശരിയാക്കാം. പോയി നൈസായിട്ട് കറക്റ്റ് ഉണ്ടാവുന്നില്ല. കണ്ട ഞാൻ എല്ലാവർക്കും ഭയങ്കര സഹായിയാന്ന് തോന്നുന്നു. ഇതിനെ വേണ്ടി ട്രൈ ചെയ്യാം നമുക്ക്. അത് അപ്പുറത്ത് പോവാ. ടേബിളിൽ പോലും ടച്ച് ചെയ്യുന്നില്ല. അങ്ങനെ കിട്ടിയായിരിക്കത്. ക്യാമറമാൻ ട്രൈ ചെയ്യുകയാണ്. കുഴപ്പമില്ല. ഇപ്പൊ ഒരാശ്വാസം. എനിക്ക് ഇപ്പൊ കളിയാക്കും. കൊള്ളല്ലോ. ഇവിടെ ഒരു മനുഷ്യൻ ഇട്ടിട്ടില്ലാന്ന് തോന്നുന്നു. അത്ര സന്തോഷിക്കാടായില്ലല്ലോ. നടക്കണില്ല. എന്റെ 2-3 അപ്പുറത്തെ പറമ്പിലാണ് പോയി ചക്കര എടുത്തിട്ട് വന്നത്. പിന്നെ അവനൊരെണ്ണം ക്യാച്ച് ചെയ്തൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. നടന്നില്ല, ഒന്നും കിട്ടിയില്ല. അല്ലാതെ എന്തോ ഒരു ഗെയിമുണ്ട്. നമുക്ക് ഇത്രയും ബോൾസ് 50 റുപ്പീസിന് ഇത്രയും ബോൾസ് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിലിങ്ങനെ ഓരോന്നും ഇടണം. എന്നിട്ട് അതിൽ കൗണ്ട് ചെയ്യുന്ന നമ്പർ പ്രൈസ് ആയിട്ട് കിട്ടും കേട്ടോ. അയ്യോ എൻ്റെ ബൈക്ക് ഇവിടുത്തെ മെറ്റലുമായിട്ട് ഒട്ടിപ്പിടിച്ച് ബൈക്കും ഇവിടുത്തെ മെറ്റലുമായിട്ട് ഒട്ടിപ്പിടിച്ച് ഗൈസ്. ഞാൻ എങ്ങനെ ഇത് വെക്കും? ഞാൻ ഇവിടെ കൈ വയ്ക്കാം.
18. എനിക്കിത് പ്രൈസ് ആയി കിട്ടി. 18 നമ്പർ. അപ്പൊ 18 ഇതായിരുന്നു പ്രൈസ്. എനിക്കിത് കിട്ടി ഗൈസ്. ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കളിച്ച് ഞാൻ മേടിച്ചതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ അത്തനഗറിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വിസിറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കൂടി വന്നാൽ കുറച്ചുകൂടെ ഫണ്ണായിരിക്കും. സോ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. കുറേ നാളുകൾക്ക് മുന്നേ ഞാൻ പോയിട്ടുണ്ട്, കസിൻസൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ അതുപോലുള്ളൊരു ഇത് ഒരു 10 വയസ്സ് കുറഞ്ഞിട്ടു എന്ന് പറയില്ല, അതുപോലെ ഗെയിമൊക്കെ കളിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പട്ടി വരുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ലാതെ അങ്ങോട്ട് പോയി. എൻ്റെ വോയിസ് ആയിട്ട് പേടിച്ചു പോയതാന്ന് തോന്നുന്നു. അപ്പം എന്തായാലും ടാറ്റ ബൈ ബൈ. ബൈക്ക് ടാറ്റ. ഇവിടെ നല്ല ക്രൗഡാണ്. ബൈ.